അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഒരു ദീനീ പ്രവർത്തകൻ മരണപ്പെട്ടാൽ നഷ്ടം നമുക്കാണ്. അത് നമ്മുടെ നഷ്ടമാണ്. ദീനിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു സഹോദരൻ. സമസ്ത കേരള യുവജന സംഘം SYS ശ്രീകണ്ഠാപുരം സോൺ എക്സിക്യൂട്ടീവ് അംഗമായ PK സാജിദാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെങ്കിലും ചില മരണങ്ങൾ അങ്ങനെയാണ്. അവർ നമ്മളെ ഏറെ വേദനിപ്പിച്ചായിരിക്കും നമ്മളോട് വിട പറഞ്ഞു പോവുക. മകളുടെ മരണത്തിന് പിന്നാലെ ആ ഉപ്പയും മരണത്തിന് കീഴടങ്ങി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ബലിപെരുന്നാളിനായിരുന്നു കണ്ണൂർ പവന്നൂരിൽ വെച്ച് വാഹനാപകടമുണ്ടാകുന്നത്. ആ ഒരു വാഹനാപകടത്തിൽ അതിഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂർ കിംസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു സാജിദ്. ഇതേ അപകടത്തിൽ തന്നെയായിരുന്നു സാജിദിൻ്റെ 4 വയസ്സുകാരിയായ മകള് നേരത്തെ വിട പറഞ്ഞത്. ആ ഒരു മരണത്തിൻ്റെ വേദനയിലായിരുന്നു ആ ഒരു കുടുംബം. മകളുടെ വേർപാടിൽ വിങ്ങുന്ന ആ ഒരു കുടുംബത്തിൻ്റെ മുന്നിൽ താങ്ങാനാവാത്ത മറ്റൊരു വേദന കൂടി കടന്നു വരികയാണ്, സാജിദിൻ്റെ വേർപാട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെയൊക്കെ ദീനിന് വേണ്ടി രാവെന്നില്ല പകലെന്നില്ലാതെ ഓടി നടക്കുന്ന പ്രവർത്തകനാണ്. ഇന്ന് ഇവരൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ദീനീ പ്രബോധനത്തിൻ്റെ കാര്യം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതുപോലുള്ള പ്രവർത്തകരില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ വല്ലാത്തൊരു കോലത്തിലായിരിക്കും. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ദീനിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രവർത്തകരുടെ കയ്യിലാണ്. പടച്ചറബ്ബ് അദ്ദേഹത്തിന് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സാജിദിൻ്റെ പേരിൽ ഓരോ ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. ചിലപ്പോൾ ഇവർക്ക് വേണ്ടി ഓതുന്ന ആ ഒരു ഫാത്തിഹ ആയിരിക്കും ഈ പാപിയായ ഞങ്ങൾ രക്ഷപ്പെട്ടു പോവുക. പറ്റുന്നവരൊക്കെ നിങ്ങളുടെയൊക്കെ സമയമനുസരിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക. ഈ മഴക്കാലം തുടങ്ങിയത് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ച് പിടഞ്ഞു പോവുകയാണ്. ഈ ഒരു മോള് മരണപ്പെട്ടിരിക്കുക. നല്ലൊരു പൊന്നുമോള്, 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ ചിരിയും കളിയും കുസൃതിയൊന്നും മാറിയിട്ടില്ല ആ പൊന്നുമോളുടെ. ചൊവ്വാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ ആ ദാരുണമായ സംഭവം നടന്നത്. ഈ മഴക്കാലത്താണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം. സംഭവം നടന്നത് ഇങ്ങനെയായിരുന്നു. സുചിത്ര, ഈ കുട്ടിയുടെ അമ്മ, തൻ്റെ 6 വയസ്സുള്ള മൂത്ത മകളെ സ്കൂളിൽ ബസ്സിൽ കയറ്റിവിടാൻ പോയതായിരുന്നു. സാധാരണയായി ഈ 1.5 വയസ്സുള്ള കുട്ടിയെ മഴയുള്ള സമയത്ത് വീട്ടിൽ നിർത്തിയാണ് സുചിത്ര പോവാറ്. എന്നാൽ അന്ന് രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ മാറിയതിലാണ് കുഞ്ഞിനെയും കയ്യിലെടുത്ത് അവർ നടന്നിറങ്ങിയത്. പ്രധാന റോഡിലേക്കുള്ള വഴി മോശമായതിനാൽ സമീപത്തെ കൃഷിയിടത്തിലൂടെയും പാടവരമ്പിലൂടെയുമാണ് അവർ നടന്നിറങ്ങിയത്. വീട്ടിൽ നിന്നും ഇറങ്ങി അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും തോട്ടത്തിലെ 40 അടി ഉയരത്തിലുള്ള തെങ്ങിൽ നിന്നും ഒരു തേങ്ങ ആ കുഞ്ഞിൻ്റെ തലക്ക് വീഴുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞിനെയും ആ ഒരു അവസ്ഥയും ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ നെഞ്ച് വല്ലാതെ വേദനയായിപ്പോയി. അമ്മയുടെ ഒക്കത്ത് ചിരിച്ചും കളിച്ചും കുസൃതിയും കാട്ടി ആ മോൾക്ക് പെട്ടെന്ന് ഇത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ പടച്ചറബ്ബ് എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ. പ്രശാന്ത് സുചിത്ര ദമ്പതികളുടെ ഇളയ മകളാണ് ഇതുപോലെ അതിദാരുണമായി മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, നമ്മുടെ മക്കളാണ്. മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റിവെക്കുക. അവർ ബുദ്ധിയില്ലാത്തവരാണ്. അപകടത്തിലും അബദ്ധത്തിലും ഒക്കെ വന്ന് ചാടാം. എല്ലാവരും ശ്രദ്ധിക്കുക. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സാജിദിന് വേണ്ടി ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധം അവർക്ക് വേണ്ടി യാസീൻ ഓതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.